ഒരു വെബ് പേജ് വെച്ചിട്ടുണ്ട്, അതേപോലെ ഇവിടെയും ഒരു വെബ് പേജ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് വെബ് പേജിൽ ഏത് വെബ് പേജാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് അടിപൊളിയായിട്ട് തോന്നുന്നത്? ഈ രണ്ട് വെബ് പേജ് നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു വെബ് പേജ് ആണ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം അതിന് കൃത്യമായുള്ള കളറും അതേപോലെ തന്നെ നല്ല വൃത്തിയിൽ അത് അലൈൻ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വെബ് പേജ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള കോഡ് നോക്കി. ഈ ഒരു വെബ് പേജ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള കോഡ് ഇതാണ്, അതേപോലെ ഈ ഒരു വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള കോഡ് ഇതാണ്. എന്താ വ്യത്യാസം? ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു കോഡിന്റെ അകത്ത് ചെറിയ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് മാറിയത്. ആ ആഡ് ചെയ്തത് സ്റ്റൈൽ എന്ന് പറയുന്നതാണ്, അല്ലെ? ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം അതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളത് ഇവിടെ സ്റ്റൈൽ എന്ന ഒരു വേർഡാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു ടാഗിന്റെ കൂടെ ഇങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് H2 കൊടുത്തിട്ടുണ്ട്, ഡിവിന് കൊടുത്തിട്ടുണ്ട്, H3 കൊടുത്തിട്ടുണ്ട്, Pക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് കുറെ കാര്യങ്ങൾ അതിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് കൊടുത്തത് കൊണ്ട് തന്നെയാണ് പേര് പോലെ കുറച്ചുകൂടി സ്റ്റൈലായി വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കാസ്കേഡിംഗ് സ്റ്റൈലാണ്. കാസ്കേഡിംഗ് സ്റ്റൈൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെബ് പേജിനെ നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഇങ്ങനെ ഒന്ന് തന്നു കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഭാഗവും എന്താണ് നമുക്ക് പറയാ എന്ന് നോക്കാം. ആദ്യം നമുക്കിത് ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്തിനെ, ഈ ഒരു H2 എന്ന് പറയുന്നത് ടാഗ് ആണ്, ടാഗ്. അതേപോലെ ഈ ടാഗിന്റെ കൂടെ നമ്മൾ സ്റ്റൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആട്രിബ്യൂട്ട് എന്നാണ് പറയാം. ഒരു ടാഗിന് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ്, അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇത്തരത്തിൽ ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. പല ടാഗിനും പലതരം ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇവിടെ നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവിടെ ആട്രിബ്യൂട്ട് ആണ്. ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ ചോദിക്കും ആട്രിബ്യൂട്ട്. മലയാളത്തിലായാലും നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് തന്നെയാണ് പറയാം, ആട്രിബ്യൂട്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് കൊടുത്തത് എന്തിനാ? ഇതിനെ സ്റ്റൈൽ ആക്കാൻ വേണ്ടി തന്നെയാണ്. ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് ഒരു ഈക്വൽ ടു ഇട്ടിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കളർ എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഇവിടെ നമ്മൾ കളർ എന്ന് കൊടുത്തു, എന്നിട്ട് ഒരു കുത്ത്, രണ്ട് കുത്ത്, അതിനെയാണ് നമ്മൾ കോളൻ എന്ന് പറയുന്നത്. രണ്ട് കുത്ത് എന്നല്ല പറയാ, അതായത് ഇങ്ങനെ രണ്ട് കുത്തിട്ട് കഴിഞ്ഞാൽ അതിനെ കോളൻ എന്നാണ് പറയാ. എന്നിട്ട് ഇവിടെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. ഇവിടെ കൊടുത്തത് ഇതിനെ നമ്മള് പ്രോപ്പർട്ടി എന്ന് പറയും, പ്രോപ്പർട്ടി. ഓക്കെ, അതിന് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയും. കോളൻ കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തതാണ് വാല്യൂ. ഓക്കെ, ടാഗ് ഉണ്ട്, ആട്രിബ്യൂട്ട് ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, വാല്യൂ ഉണ്ട്. അതിൽ വരേണ്ട ആ ഒരു കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു ടാഗ് എങ്ങനെയാ ക്ലോസ് ചെയ്യുന്നത്? ഇവിടെ H2 എന്ന് പറയുന്ന ഒരു ടാഗ്, ഈ ഒരു ടാഗ് ക്ലോസ് ചെയ്യാൻ മീൻസ് അതേപോലെ തന്നെ എഴുതുക, എന്നിട്ട് ഇങ്ങനെ ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കുക, ഇങ്ങനെ ഇടാം. അപ്പോൾ ഈ ഒരു H2 ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്ത്, അപ്പോൾ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അതിന്റെ അകത്ത് ആ ഒരു ടാഗ് അവിടെ ക്ലോസ് ആയി എന്നാണ്. ഇതിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാസ്കേഡിംഗ് സ്റ്റൈൽ. കാസ്കേഡിംഗ് സ്റ്റൈൽ എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു വെബ് പേജിനെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാസ്കേഡിംഗ് സ്റ്റൈല് ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവരാം? 3 വഴികളുണ്ട്. ആ 3 വഴികളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അങ്ങോളം പഠിക്കുന്നത്. അത് തന്നെ പഠിച്ചാൽ ഏകദേശം സംഭവമൊക്കെ റെഡിയായി. ഫസ്റ്റ് വഴി, കാസ്കേഡിംഗ് സ്റ്റൈല് നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവരാനുള്ള ആദ്യത്തെ വഴിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇത് സാധാരണ ഒരു വെബ് പേജിൽ കാണുമ്പോൾ അതിലുണ്ടാവുന്ന ടാഗുകളാണ്. ഫസ്റ്റ് HTML എന്ന ടാഗ് ഉണ്ടാവും, അത് റൂട്ടാണ്. പിന്നെ ഹെഡ് സെക്ഷൻ ഉണ്ടാവും, പിന്നെ ഒരു ബോഡി ഉണ്ടാവും. ഈ ബോഡിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ ആ ഒരു പേജിലൊക്കെ കാണാൻ പറ്റുന്നത്. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഈ P എന്ന് പറയുന്നത് പാരഗ്രാഫ് ടാഗ് ആണ്. പാരഗ്രാഫ് ടാഗിന് എനിക്കൊരു കളർ കൊടുക്കണം, റെഡ് എന്ന് പറയുന്ന ഒരു കളർ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പാരഗ്രാഫ് ടാഗിനെ നമ്മൾ നേരത്തെ കണ്ട പോലെ പാരഗ്രാഫ് ടാഗിന്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ചു. സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ഈ ടാഗിന്റെ കൂടെ എഴുതുമ്പോൾ ഇത് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയും. സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് ആ പാരഗ്രാഫിന് വേണ്ട സ്റ്റൈൽ എന്താണോ അത് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റൈൽ ഡിക്ലറേഷൻ ആണ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ആ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഇൻലൈൻ. ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻലൈൻ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് ഒന്നാമത്തെ ഒരു മാർഗമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മാർഗമോ? ഇതാണ് രണ്ടാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നേരത്തെ കണ്ട സെയിം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വ്യത്യാസം എന്താ? ഇവിടെ ബോഡി ഉണ്ട്, ഇവിടെ ബോഡി ക്ലോസ് ഉണ്ട്. അതിന്റെ ഇടയിൽ പാരഗ്രാഫിന്റെ ആ ഒരു ടാഗ് ജസ്റ്റ് സ്റ്റൈൽ ഒന്നും കൊടുത്തിട്ടില്ല. നോർമൽ ആയിട്ട് P എന്ന ടാഗ് കൊടുത്തു, വെൽക്കം കൊടുത്തു, ആ ടാഗ് ക്ലോസ് ചെയ്തു. എന്നാൽ ആ പാരഗ്രാഫിന് കൊടുക്കേണ്ട സ്റ്റൈല്
എന്താണോ അതിനെന്തായിരുന്നോ നമ്മൾ കാസ്കേഡിംഗ് സ്റ്റൈലിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അത് ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെഡ് എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്ത് ഹെഡ് എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്തു. അതായത് ഇതിനെ നമുക്ക് ഹെഡ് സെക്ഷൻ എന്ന് വിളിക്കാം. ഈ ഹെഡ് സെക്ഷന്റെ ഇടയിലായിട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് കൊടുത്തു. ആട്രിബ്യൂട്ട് അല്ല, സ്റ്റൈൽ എന്ന ടാഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതും ടാഗ് ആണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനെയല്ലേ ടാഗ് എന്ന് വിളിക്കുക. ഇതേപോലെയല്ലേ ഇവിടെയും സ്റ്റൈൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റൈൽ എന്നൊരു ടാഗ് കൊടുത്തു. എന്നിട്ട് ആ ടാഗിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുത്തു. ഇവിടെ പി എന്ന് പറയുന്നത് ഈ പാരഗ്രാഫ് ആണ് ഉദ്ദേശിക്കുന്നത്. പി എന്ന് കൊടുത്തു. എന്നിട്ട് ഒരു കേളി ബ്രേസ്, ഇതിനെ നമുക്ക് കേളി ബ്രേസ് എന്ന് വിളിക്കാം. ഒരു കേളി ബ്രേസ് കൊടുത്തു. ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിക്ക് വേണ്ട വാല്യൂ. അതേപോലെ ബോഡി കൊടുത്തിട്ടുണ്ട്. ബോഡി കൊടുത്തിരിക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ കളറിന് വേണ്ടിയിട്ടാണ്. ബോഡി മീൻസ് നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ആ ബോഡി ടാഗിന് വേണ്ട ആ ഒരു അവിടെ ബോഡിക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ആണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്ത് ഹെഡ് സെക്ഷന്റെ ഇടയിൽ സ്റ്റൈൽ എന്ന ടാഗ് ഉപയോഗിച്ചിട്ട് ആവശ്യമായുള്ള കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുത്തു. ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ എന്ന് പറയുന്നത്. ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ. ഓക്കെ, ഇന്റേണൽ ആയിട്ട് നമുക്ക് കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ഒരു മാർഗം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് മാർഗവും അതേ വെബ് പേജിൽ തന്നെയാണ് ഈ കാസ്കേഡിംഗ് സ്റ്റൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായുള്ള കാസ്കേഡിംഗ് സ്റ്റൈലുകളൊക്കെ തന്നെ ഒരു ഫയലിൽ അങ്ങ് സേവ് ചെയ്യും. ആവശ്യമായുള്ള കാസ്കേഡിംഗ് സ്റ്റൈലുകൾ അത് മാത്രം. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു സ്റ്റൈൽ കൊടുക്കേണ്ട ടാഗ് കൊടുത്തു. അതിന് നമ്മൾ സെലക്ടർ എന്നാണ് പറയാം. ഇങ്ങനെ കൊടുക്കുന്നതിന്. അപ്പോൾ നമുക്ക് വേണ്ട ആ ഒരു ടാഗും അതിന് വേണ്ട സവിശേഷതകൾ കൊടുത്തു. അടുത്ത ടാഗ് അതിന് വേണ്ട സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് വേണ്ട സവിശേഷതകൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാസ്കേഡിംഗ് സ്റ്റൈൽസിനെ മാത്രമായിട്ട് ഒരു പേര് കൊടുത്തു, style.css. ഈ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്നാൽ ഈ സ്റ്റൈലിനെ മാത്രം നമ്മൾ ഈ സ്റ്റൈൽ കോഡുകളെ മാത്രം നമ്മൾ സേവ് ചെയ്യുമ്പോൾ .css എന്ന എക്സ്റ്റൻഷൻ കൊടുക്കണം. CSS മീൻസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. ഓക്കെ, CSS എന്ന ഒരു എക്സ്റ്റൻഷനോട് കൂടി ഇതിനെ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഫയലായിട്ട് സേവ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഏത് വെബ് പേജിലേക്കാണോ ഈ സ്റ്റൈലുകളൊക്കെ കൊണ്ടുവരേണ്ടത് ആ വെബ് പേജ് എടുത്തിട്ട് അതിന്റെ കോഡില് ഹെഡ് സെക്ഷൻ ഉണ്ടാവുമല്ലോ. ഇവിടെ ഹെഡ് ഉണ്ട്, ആ ഹെഡ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഹെഡ് സെക്ഷന്റെ ഇടയിലായിട്ട് ലിങ്ക് എന്ന് പറയുന്ന ഒരു പുതിയൊരു ടാഗ് യൂസ് ചെയ്തു. ലിങ്ക് എന്ന് പറയുന്ന ഒരു പുതിയ ടാഗ് യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള style.css എന്ന് പറയുന്ന ആ ഒരു ഫയലിനെ ഇങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള മുഴുവൻ സ്റ്റൈലുകളും ഈ ഒരു വെബ് പേജിന് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തത് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്തു. ഇവിടെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താവും, ഇതിലെ സ്റ്റൈല് മൊത്തം ഈ വെബ് പേജിന് വരും. ഇനി ഞാൻ വേറൊരു വെബ് പേജ് ഉണ്ടാക്കുമ്പോൾ ആ വെബ് പേജിന് ഹെഡ് സെക്ഷനിൽ ഞാൻ ഈ ലിങ്ക് ടാഗ് ഇതേപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ സ്റ്റൈൽ ആ വെബ് പേജിനും വരും. അതായത് സ്റ്റൈലുകളൊക്കെ ഒരു CSS ഫയലായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറെ മൾട്ടിപ്പിൾ വെബ് പേജസ് ഉണ്ടാക്കുന്ന സമയത്തും ഈ സ്റ്റൈലുകളൊക്കെ തന്നെ ഇങ്ങനെ ലിങ്ക് ചെയ്തുകൊണ്ട് ആ വെബ് പേജുകൾക്കൊക്കെ കൊടുക്കാം. ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് എക്സ്റ്റേണൽ CSS എന്നാണ്. എക്സ്റ്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്ന് നമുക്ക് വിളിക്കാം. എക്സ്റ്റേണൽ എന്ന് നമ്മൾ വിളിക്കും. വളരെ ഷോർട്ട് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തിയറിയുടെ സെഷനിൽ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നേരെ കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CSS? CSSന്റെ പൂർണ്ണ രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ നോക്കിയത് കൂടിയാണ്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. സിമ്പിൾ, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. ഇതേപോലെ കുറെ നമുക്ക് തെറ്റിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ശരിയായിട്ടുള്ള ആൻസർ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് എന്നതാണ് CSSന്റെ പൂർണ്ണ രൂപം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. Which tag is used to divide the code in a web page into different section? കോഡുകളെ ഡിഫറെന്റ് വിഭാഗങ്ങളാക്കിയിട്ട് ഒരു വെബ് പേജിലെ കോഡിനെ വിവിധ ഭാഗങ്ങളായിട്ട് തിരിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? കുറെ ഭാഗങ്ങളായിട്ട് കുറെ കോഡുകൾ ഉണ്ടെങ്കിൽ അതിനെ കുറെ ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് P ആണോ, div ആണോ, H1 ആണോ, BR ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് div എന്ന് പറയുന്ന ടാഗ് ആണ്. DIV. div എന്ന് പറയുന്നത് ഡിവിഷൻസ് ആക്കി തിരിക്കാൻ വേണ്ടിയാണ് ഈ ടാഗ് യൂസ് ചെയ്യുന്നത്.
P എന്ന് പറയുന്നത് പാരഗ്രാഫിന് വേണ്ടിയാണ്. H1 എന്ന് പറയുന്നത് ഹെഡിങ്ങിനാണ്. H1, H2, H3, H4, H5, H6 വരെ ഉണ്ട്. H1 വലിയൊരു ഹെഡിങ് ആയിരിക്കും, H2 കുറച്ചും കൂടി ചെറുതായിരിക്കും, H3 കുറച്ചും കൂടി ചെറുതായിരിക്കും, അങ്ങനെ 6 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചെറിയൊരു ഹെഡിങ് ആയിരിക്കും. അങ്ങനെ H1 എന്ന് പറയുന്നത് ഹെഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. BR എന്ന് പറയുന്നത് ബ്രേക്ക്, ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ്. In which year was CSS introduced by W3C? W3C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് കൺസോർഷ്യം. ഈ വേൾഡ് വൈഡ് കൺസോർഷ്യം അതായത് W3C CSSനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷത്തിലാണ്? 1996 1996. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. Who proposed the idea of CSS? CSS എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? രണ്ടു പേര് ചേർന്നിട്ടാണ് CSS എന്ന് പറയുന്ന ആ ഒരു ഐഡിയ, ആ ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹാക്കോം വിയോംലിയും ബേർഡ് ബോസും. ഹാക്കോം വിയോംലി, ബേർഡ് ബോസ്, ഈ രണ്ടാൾക്കാർ ചേർന്നിട്ടാണ് CSS എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കുറെ ഓപ്ഷൻസ് ഉണ്ടാവും, തെറ്റിപ്പോകരുത്. ഈ ഒരു ചാപ്റ്ററിൽ ഇവരുടെ രണ്ടുപേരുടെയും പേര് നിർബന്ധമായും ഒന്ന് ആലോചിച്ച് പഠിച്ചു വെച്ചേക്കാം. Which style is added directly within the HTML tag of a specific element? ഒരു HTML എലമെന്റിന്റെ ടാഗിനുള്ളിൽ നേരിട്ട് ചേർക്കുന്ന സ്റ്റൈൽ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ. അപ്പൊ ആ ഒരു HTML എലമെന്റിന്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള സ്റ്റൈലുകൾ ചേർക്കുന്നതിന് എന്താ നമ്മൾ വിളിക്കുന്നത്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻലൈൻ സ്റ്റൈൽ. Which property is used to change the background color of an element? ഒരു എലമെന്റിന്റെ പശ്ചാത്തല നിറം മാറ്റാൻ ഉപയോഗിക്കുന്നത് ഏത് പ്രോപ്പർട്ടി ആണ്? കളർ ആണോ, ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ ആണോ, ബാക്ക്ഗ്രൗണ്ട് കളർ ആണോ, BGC ആണോ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ ആണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ, അത് പേര് തന്നെ ഇട്ട് ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം നമുക്ക് മാറ്റണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു വരെ കളർ നമുക്ക് കൊടുക്കാം. Which property is used to define the color of the text content? ടെക്സ്റ്റിന് നിറം നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സമയം കളയുന്നില്ല, അടുത്തതിലേക്ക് കടക്കുക. കളർ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റിനായിരിക്കും കിട്ടുക. In a CSS instruction, which symbol separates the property from its value? ഒരു CSS നിർദ്ദേശത്തിൽ പ്രോപ്പർട്ടിയെയും വാല്യൂവിനെയും വേർതിരിക്കുന്ന ചിഹ്നം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർട്ടി വാല്യൂ. ആ പ്രോപ്പർട്ടി വാല്യൂ അതിനെ വേർതിരിക്കുന്ന ചിഹ്നം ഏതാണെന്നാണ് ചോദിക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ അപ്പൊ അത് പറഞ്ഞതാണ്. ഇവിടെയുള്ളത് പ്രോപ്പർട്ടി, ഇതിനെ നമുക്ക് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് വാല്യൂ ആണ്. ഇവിടെ ഹെക്സാഡെസിമൽ കളർ കോഡ് ആയിട്ട് കൊടുത്തു, ഇങ്ങനെയും നമുക്ക് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് റെഡ്, ബ്ലൂ, ബ്രൗൺ അങ്ങനെയും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഈ പ്രോപ്പർട്ടിയും ഈ വാല്യൂവിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ എന്താ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ ഭിത്തിക ചിഹ്നം എന്ന് പറയും, ഇംഗ്ലീഷിൽ നമുക്ക് അതിനെ കോളൻ എന്ന് പറയാം. റൈറ്റ് ആൻസർ കോളൻ. ഓക്കെ, മലയാളത്തിൽ ഭിത്തിക ചിഹ്നം എന്ന് പറയും. നെക്സ്റ്റ്, which symbol is used at the end of a CSS instruction? ഒരു CSS നിർദ്ദേശത്തിന്റെ അവസാനം ഉപയോഗിക്കുന്ന ചിഹ്നം ഏതാണ്? പ്രോപ്പർട്ടി വാല്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ കൊടുത്തിട്ടുണ്ടല്ലോ. യെസ്, നമ്മൾ ഒരു പ്രോപ്പർട്ടി, അതിനുശേഷം അതിന്റെ വാല്യൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമി കോളൻ എന്ന് പറയുന്നത്. അർദ്ധവിരാമ ചിഹ്നം എന്ന് മലയാളത്തിൽ പറയും. സോ സെമി കോളൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. Which property is used to align text to the center of a web page? പ്രോപ്പർട്ടിയും ഇവിടെ വാല്യൂയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രോപ്പർട്ടിയും കൊടുത്തിട്ടുണ്ട്, വാല്യൂയും കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് അലൈൻ സെന്റർ, FT അലൈൻ സെന്റർ, ടെക്സ്റ്റ് പൊസിഷൻ സെന്റർ, അലൈൻ ലെഫ്റ്റ്. ആൻസർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് അലൈൻ സെന്റർ. ടെക്സ്റ്റ് അലൈൻ സെന്റർ പ്രോപ്പർട്ടിയും കൊടുത്തു, അതിന്റെ വാല്യൂയും കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സെന്ററിലേക്ക് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. Which property adjust the thickness of the font? ഫോണ്ടിന്റെ കനം, തിക്നെസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്? ഫോണ്ട് സൈസ് ആണോ, ഫോണ്ട് സ്റ്റൈൽ ആണോ, ഫോണ്ട് വെയിറ്റ് ആണോ, ടെക്സ്റ്റ് വെയിറ്റ് ആണോ? ആൻസർ എന്ന് പറയുന്നത് ഫോണ്ട് വെയിറ്റ് ആണ്. ഫോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അറിയാലോ പ്രോപ്പർട്ടി കൊടുത്ത് പിന്നെ നേരെ വാല്യൂ കൊടുക്കണം. വാല്യൂ ആയിട്ട് നമുക്ക് ബോൾഡ് എന്ന് കൊടുക്കാം. ബോൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയിൽ നമുക്കത് കിട്ടും. What is the file extension for an external style sheet? External style sheet സേവ് ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. .html, .css, .txt, .js. റൈറ്റ് ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സമയം കളയുന്നില്ല. .css. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഇപ്പൊ ഞാൻ സ്റ്റൈൽ എന്ന പേര് കൊടുക്കുന്നു. സ്റ്റൈൽ എന്നാണ് എന്റെ ഫയലിന്റെ പേരെങ്കിൽ .css എന്നതായിരിക്കും അതിന്റെ എക്സ്റ്റൻഷൻ. അതിലായിരിക്കും നമ്മുടെ സ്റ്റൈൽ കോഡുകൾ ഉണ്ടാവുക. ഈ സ്റ്റൈൽ കോഡിൽ നമുക്ക് ആവശ്യമുള്ള വെബ് പേജുകളിലേക്കൊക്കെ തന്നെ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത്
Which tag is used to link an external CSS file to an HTML page? ഒരു external CSS ഫയലിനെ HTML പേജുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തെ ഒരു CSS ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് വേണ്ട വെബ് പേജിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൈൽ ആണോ, ലിങ്ക് ആണോ, HREF ആണോ, സ്ക്രിപ്റ്റ് ആണോ? ആൻസർ എന്ന് പറയുന്നത് ലിങ്ക് എന്ന ടാഗ് ആണ്. ലിങ്ക് എന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്റ്റേണൽ CSS ആ ഒരു ഫയലിനെ നമുക്ക് നമ്മുടെ വെബ് പേജുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. If inline, internal and external styles are applied, which has highest priority? ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ സ്റ്റൈലുകൾ നൽകിയാൽ ഏതിനാണ് മുൻഗണന? ഒരു വെബ് പേജ് ഞാൻ ഉണ്ടാക്കി, അതിന് ഏതെങ്കിലും ഒരു ടാഗിന് ഞാൻ ഒരു സ്റ്റൈൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ കൊടുക്കുന്നത് ഇൻലൈൻ ആയിട്ടും കൊടുത്തിട്ടുണ്ട്, ഇന്റേണൽ ആയിട്ടും കൊടുത്തിട്ടുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 രീതിയിലും കൊടുത്തു കഴിഞ്ഞാൽ ഏതായിരിക്കും അതിൽ വരുന്നത്, അല്ലെങ്കിൽ ഏതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്? അതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ഇൻലൈനിനാണ്. ഏറ്റവും കൂടുതൽ ഉള്ളത് ഇൻലൈനിനാണ്, പിന്നെ ഉള്ളത് ഇന്റേണൽ, പിന്നെ വരുന്നതാണ് എക്സ്റ്റേണൽ. ഒരു ടാഗിന്റെ സ്റ്റൈൽ നിങ്ങൾ ഈ 3 രീതിയിലും കൊടുത്തു കഴിഞ്ഞാൽ ഇൻലൈനിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതായിരിക്കും വരുന്നത്. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. Which attribute is used to apply inline style? ഇൻലൈൻ സ്റ്റൈൽ നൽകാൻ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നതാണ്. ഇൻലൈൻ സ്റ്റൈൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റൈൽ എന്നത് ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കും. ഇന്റേണൽ ആയിട്ട് കൊടുക്കുമ്പോൾ ആ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ടാഗ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇവിടെ ഒരു HTML ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്, സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സ്റ്റൈൽ ഡിക്ലറേഷൻ, ഒരു കളർ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് കളർ? ഈ ഒരു കോഡിൽ കളർ എന്താണ്? നമ്മൾ ഇത് പഠിച്ചതാണ്. ആ ഫസ്റ്റ് പഠിച്ച സ്ലൈഡിൽ നിന്ന് തന്നെ വരുന്ന ചോദ്യമാണ്. ഇവിടെ H2 എന്ന് പറയുന്നത് എന്തായിരുന്നു? ടാഗ് ആണ്. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ആട്രിബ്യൂട്ട് ആണ്. കളർ എന്നാൽ എന്താ? പ്രോപ്പർട്ടി ആണ്. ആ കളർ എന്ന പ്രോപ്പർട്ടിക്ക് കൊടുക്കേണ്ട ഒരു വാല്യൂ ആണ് കൊടുത്തത്. സോ ഇവിടെ കളർ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി, ഇവിടെ കൊടുത്തിരിക്കുന്ന അതിന്റെ വാല്യൂ, ഇത് ആട്രിബ്യൂട്ട് ആണ്, ഇത് ടാഗ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കളർ ആണ്. കളർ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ആണ്. ഓക്കെ. Which tag does not have a closing tag? ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പൊ ഒരു ടാഗ് H1 എന്ന് പറയുന്ന ഒരു ടാഗ്, ഈ ഒരു ടാഗിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു, വെൽക്കം എന്ന് ഞാൻ ഇവിടെ എഴുതുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞാൽ വെൽക്കം, അതാണ് എന്റെ ഹെഡിങ്. അതിനുശേഷം ഞാൻ ഈ ഒരു ടാഗ് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പല ടാഗുകൾ, P എന്ന് പറയുന്ന ടാഗ്, H1, H2, H3, div, ഇതൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെ ക്ലോസ് ചെയ്യും. എന്നാൽ ചില ടാഗുകൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിനകത്ത് വേറെ കോണ്ടന്റുകളൊന്നും വരുന്നുണ്ടാവില്ല. അങ്ങനെ ക്ലോസ് ചെയ്യേണ്ടാത്ത ചില ടാഗുകളുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് 2 ടാഗ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അതിലൊന്നാണ് BR എന്ന് പറയുന്നത്, രണ്ടാമത്തതാണ് HR എന്ന് പറയുന്നത്. ഈ 2 ടാഗുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. BR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ബ്രേക്കിംഗ് ആണ്, ബ്രേക്ക് ചെയ്യാനാണ്. അതായത് ഒരു ലൈൻ ഇങ്ങനെ കുറെ HTML കുറെ ഇങ്ങനെ കാര്യങ്ങളുണ്ട്. ഇനി ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് ഇനി വരുന്നതൊക്കെ അടുത്ത ലൈനിൽ വേണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? BR എന്ന ടാഗ് ചേർക്കും. പിന്നെ ഒന്നാണ് HR. ഈ HRന് ഒരു ക്ലോസിംഗ് വേണ്ട. ഓക്കെ, അതിന് ക്ലോസിംഗ് ഉണ്ടാവില്ല, ജസ്റ്റ് HR എന്ന് മാത്രമേ കൊടുക്കൂ. HR ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹൊറിസോണ്ടൽ റൂൾ, അതായത് ഒരു ലൈന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ ഒരു ലൈൻ, HR എന്ന് പറയുന്ന ടാഗ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നേരെ ഒരു ലൈന് വരും. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് BR ആണ്. ഓക്കെ. In internal style is used as a dash. ഇന്റേണൽ സ്റ്റൈലിൽ സ്റ്റൈൽ ഉപയോഗിക്കുന്നത് എന്തായിട്ടാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻലൈൻ ആണെങ്കിൽ നമ്മൾ ആ ടാഗിന്റെ കൂടെ തന്നെ സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ സ്റ്റൈൽ എന്താ? ആട്രിബ്യൂട്ട് ആണ്. ഇന്റേണൽ ആണെങ്കിലോ നമ്മൾ ഹെഡ് സെക്ഷന്റെ ഇടയിലല്ലേ കൊടുക്കുന്നത്, അവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ടാഗ് അല്ലേ കൊടുക്കുന്നത്. സോ ഇന്റേണൽ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ടാഗ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടിട്ട് ടാഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. Which attribute are used in the link tag for external CSS? External CSS ഫയൽ ചേർക്കാൻ ലിങ്ക് ടാഗിൽ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെ? 3 ആട്രിബ്യൂട്ടുകളാണ്. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ സ്റ്റൈൽ കോഡുകളൊക്കെ തന്നെ, ആ സ്റ്റൈൽ കോഡുകളൊക്കെ ചേർത്തിട്ട് ഇവിടെ സ്റ്റൈൽ .css എന്ന ഒരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഈ CSS എന്ന ഫയലിനെ നമ്മുടെ വെബ് പേജുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിങ്ക് എന്ന് പറയുന്ന ടാഗ്. ലിങ്ക് എന്ന ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഈ ലിങ്ക് എന്ന ടാഗിന്റെ കൂടെ നമ്മൾ 3 ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. 3 ആട്രിബ്യൂട്ട്. ആ ആട്രിബ്യൂട്ടുകളാണ്, ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് REL എന്ന് പറയുന്നത്, REL റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് HREF ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്, അതായത് നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിന്റെ ഇതിന്റെ പാത്ത് കൊടുക്കാൻ വേണ്ടിയാണ്
നമ്മൾ HREF യൂസ് ചെയ്യാറുള്ളത്. ക്ലിയർ അല്ലേ? ഇവിടെ ചോദിച്ചിട്ടുള്ള ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് 3 ആട്രിബ്യൂട്ട് ഉണ്ട്. ഇവിടെ തന്നിട്ടുള്ളവയിൽ HREF നമ്മൾ കൊടുക്കാറുണ്ട്, REL നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ലൈഡ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ നമ്മൾ എക്സ്റ്റേണൽ CSS കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലിങ്ക് എന്ന ടാഗ് ഉണ്ട്, REL എന്ന ആട്രിബ്യൂട്ട് ഉണ്ട്, ടൈപ്പ് എന്ന ആട്രിബ്യൂട്ട് ഉണ്ട്, HREF എന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.